ഒരു കാര്യം നമ്മളിപ്പോൾ പ്രവാസ ലോകത്തെ ഒരു വലിയ പ്രശ്നം വെച്ചാൽ പലതരം അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹൃദ്രോഗികളുണ്ടാകും, അതുപോലെ ഡയബറ്റിസ്, പ്രമേഹ രോഗികൾ. ഇപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് പ്രവാസ ലോകം. അപ്പോൾ അത്തരക്കാരിൽ ഡോക്ടർ ഈ നോമ്പ് എടുക്കണ്ട എന്ന് പ്രിഫർ ചെയ്യുന്ന, അങ്ങനെ നോമ്പ് വേണ്ട ചെയ്യുന്നത് അപകടകരമാണെന്ന് കരുതുന്ന തരത്തിലുള്ള ഈ പേഷ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ആരോഗ്യാവസ്ഥ ഉള്ളവരുണ്ടോ? അങ്ങനെ ആരോഗ്യാവസ്ഥ ഉള്ളവരും ഉണ്ട്. അത് ഓരോ രീതിക്കും അനുസരിച്ച്. അതായത് നമ്മളൊരു മൊത്തം ആളുകളോട് നോമ്പ് നോക്കണ്ട, അല്ലെങ്കിൽ മൊത്തം ആളുകളോട് നോമ്പ് നോക്കണം എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ രോഗിയുടെയും നിലവിലുള്ള ആരോഗ്യസ്ഥിതി അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻഡിവിജ്വലി ക്യൂറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ റമദാൻ തുടങ്ങിയതിന് ശേഷം പെട്ടെന്നൊരു സ്വതുവേ നമ്മളൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് മാനസികമായി തയ്യാറെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ശാരീരികമായിട്ട് തയ്യാറെടുക്കുക. അത് പലപ്പോഴും പല ആളുകളും ചെയ്യാത്തൊരു വസ്തുതയാണ് ശാരീരികമായി തയ്യാറെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇൻസുലിൻ ഉള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഷുഗർ കുറക്കാനുള്ള മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ മരുന്നുകൾ എത്രത്തോളം കുറക്കണം, മരുന്നുകൾ എത്രത്തോളം കൂട്ടണം, ഇൻസുലിൻ്റെ അളവിൽ എത്രത്തോളം ഡോസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ശരിക്കും ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും ആളുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങി ഭക്ഷണം എടുക്കുന്നത് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇൻസുലിൻ അങ്ങ് നിർത്താം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷറിന്റെ ഗുളിക നമുക്ക് അങ്ങ് നിർത്താം എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് പലപ്പോഴും ആളുകൾ ഇതിന് സമീപിക്കും. അപ്പൊ ജനറലായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നമുക്ക് കൃത്യമായി ധാരണകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങളൊരു കുറേ കാലത്തേക്ക് ഒരു പ്രത്യേക ഡോക്ടറെ ഫോളോ അപ്പിലായിരിക്കും. അപ്പം നിങ്ങളെ കൃത്യമായ ആരോഗ്യ കാരണങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ മെഡിസിൻസ് തുടങ്ങിയിട്ടുള്ളത് എന്ന് അറിയുന്നത് കൃത്യമായി ആ ഡോക്ടർക്കായിരിക്കും. അപ്പോൾ റമദാനിന് മുന്നേ ആ ഡോക്ടറെ ഒന്നുകൂടെ പോയി കാണിക്കുക ബേസിക്കലി. എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ചെയ്യും. സ്പെഷ്യലി വെറുതെ നമ്മളൊരു ധാരണക്കനുസരിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ധാരണ പുലർത്തിയതിനു ശേഷം എന്തെങ്കിലും മരുന്നുകളെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാവുന്നതിന് പകരം കൃത്യമായി ആദ്യം തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ളതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറെ എടുക്കുന്നത് തന്നെ കൃത്യമായി അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക.